നല്ല നമസ്കാരം. അപ്പോൾ ദിനചര്യഘടകവും ആരംഭിക്കുകയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, എന്താണ് ചിന്തിക്കുന്നതെന്ന് പോലും മറുപടി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല. അങ്ങനെ കേരളം തർക്കിക്കുന്ന നിരവധി കാര്യങ്ങളിൽ ഒന്നാണ് ആരാധ്യനായ ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വിശദീകരിക്കുന്നത് കേട്ടാൽ ഒന്നും മനസ്സിലാകില്ല. അതായത് ഗുരു വളരെ ലളിതമായി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ വിശദീകരിക്കുകയാണ്. അതും അവരവർക്ക് തോന്നുന്ന പോലെ. ഗുരുദർശനങ്ങളിൽ ഗുരുത്വം കാണാത്തവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം എന്നറിയിച്ച് ഈ ആഴ്ചയിലെ തരികിടകൾ ആരംഭിക്കുന്നു. ഗുരുദേവ ദർശനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും തമ്മിലുള്ള തർക്കം നമ്മുടെ നാട്ടിൽ തുടങ്ങിയതും ഇപ്പോൾ തുടരുന്നതും ചിലർ മാത്രമാണ്. കണ്ടിട്ടും സംസാരിച്ചിട്ടും മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തിന് എൻ്റെ ജാതി തിരക്കുന്നു എന്ന് ചോദിച്ച മഹാഗുരുവിനെ കൂടുതൽ വ്യാഖ്യാനിച്ച് കുഴപ്പത്തിലാവുന്നവർ നടത്തുന്ന ഒരു താത്വിക അവലോകനമാണ് ഇനി. സഖാക്കളെ, സംഘബന്ധുക്കളെ, അപ്പോൾ തുടങ്ങാം. നമുക്ക് ഏതാ വിഷയം? മലയാളിക്ക് വെളിച്ചം നൽകിയ മഹാഗുരുവാണ് വിഷയം. വെറുതെ ചൊറിയണം. ശ്രീനാരായണ ധർമ്മം എന്ന് പറയുമ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പോൾ ജാതിയും മതവും തമ്മിലുള്ള വേർതിരിവ് കാണുന്നില്ല. ഹിന്ദു എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണ്. എല്ലാ സസ്യ ജീവജാലങ്ങളിലും സത്യം ദർശിക്കാൻ കഴിഞ്ഞ ആ ഹൈന്ദവമായ ഒരു പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഉദാത്തമായ മൂല്യങ്ങളാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. മതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ഒരു മതം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് ശഠിക്കുകയും മറ്റു മതങ്ങളെല്ലാം രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരാദർശവും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടില്ല. ഒരിക്കൽ ബൂർഷ്വാ ഗുരു എന്ന് EMS നമ്പൂതിരിപ്പാടിനെ പോലുള്ളവർ പറഞ്ഞിരുന്നൊരു കാലമുണ്ട്. ആ കാലം പോറിയില്ലേ? ഞാൻ എന്തേ ജാതി പറയുന്നത് എന്ന് ചോദിച്ചാൽ ജാതിയുടെ പേരിലുള്ള വിവേചനം ഇല്ലാതാകാനാണ് ഞാൻ ജാതി പറയുന്നത്. അതും മാത്രമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ജാതി പറയാം. എന്ത് രാഷ്ട്രീയമാണ്! ശ്രീനാരായണ ദർശനത്തെ എപ്പോഴും മാനിക്കുന്നവരാണ് ഞങ്ങൾ. ഈ സഹാക്കന്മാരുടെ തലയിൽ ജനവാസം വല്ലതുകൊണ്ടാണ്. ഈ പൊണ്ണന്മാർക്ക് ഒരു വിവരമില്ലെന്നേ. പഠിക്കണ്ടേ? ശ്രീനാരായണ ഗുരുദേവനെ വരിഞ്ഞു കെട്ടി കൈക്കും കാലിനുമൊക്കെ ആണി നിറച്ച് ഒക്കെ വികലമായി ചിത്രീകരിച്ചവർക്ക് തിരുത്തേണ്ടി വരുന്നു. അവരാണ് തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. ഏഴതള്ള നിങ്ങളൊക്കെ വിറ്റ് കാജൻ്റെ പോലെ. ചാതുർവർണ്ണ വ്യവസ്ഥക്കെതിരെയാണ് ശ്രീനാരായണ ഗുരു പോരാടിയത്. ആ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് RSS നിലകൊള്ളുന്നത്. അത് അദ്വൈത സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അകത്ത് യാതൊരു വൈരുദ്ധ്യവും ഇല്ല. ശ്രീനാരായണ ഗുരു മതനേതാവല്ല, അദ്ദേഹത്തെ മതനേതാവാക്കി മാറ്റാൻ RSS ശ്രമിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ എന്ന് തന്നെയാണ് എല്ലാവരും അങ്ങേയറ്റം ആദരവോടെ ബഹുമാനത്തോടെ ഇന്നും അഭിസംബോധന ചെയ്യും. ആ പ്രമാണത്തെ ധിക്കരിക്കാനോ തള്ളിക്കളയാനോ CPM തയ്യാറുണ്ടോ? CPM പറയട്ടെ. ശരി, CPM-ന് വേണ്ടി MV ഗോവിന്ദ മാഷ് ഇനി വിശദീകരിക്കും. സമുദായത്തോട് നമുക്ക് വിരോധമില്ല, പക്ഷെ സമുദായത്തിന്റെ പേരുപയോഗിച്ച് നടത്തുന്ന തോന്നിയാസം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പ്രശ്നം. സമുദായത്തിന്റെ പേരാ പറയും ഈഴവ സമുദായം. ഈഴവ സമുദായത്തിന്റെ പേര് പറയുമ്പോൾ ഉടനെ പറയുന്ന വേറൊരു പേരുണ്ട്. ആരതാ? ശ്രീനാരായണ ഗുരു. ഇവർക്ക് ഉച്ചരിക്കാൻ അവകാശമില്ല. ആ പേരുണ്ടല്ലോ, ആ പേര് ഉച്ചരിക്കാൻ അവകാശമില്ല. വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും. ഒരു മോനുണ്ടല്ലോ ഇപ്പോ, തുഷാർ വെള്ളാപ്പള്ളി, മൂപ്പര് തത്വശാസ്ത്രജ്ഞനാണ്. സാധാരണ ഒരു പ്രാസംഗികല്ല, തത്വശാസ്ത്ര പ്രസംഗമാണ്. അദ്ദേഹമാണ് പ്രസംഗിച്ചത് ശ്രീനാരായണ ഗുരു കള്ള് ചെത്തരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പുതിയ ദർശനല്ലേ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിന് പകരം തുഷാർ വള്ളപ്പള്ളി ദർശനം. സാവേ മോശമാണ്. നാക്കിൽ ഗുളികനുണ്ട്. ആ ഗുളിക ദോഷമൊന്ന് മാറ്റുന്ന കൊള്ളാം. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്തെങ്കിലും പൂജ ഹോമ എന്നും നടത്താൻ സാധിച്ചില്ലെങ്കിലും പിന്നെ ഭാര്യയുടെങ്കിലും പറഞ്ഞല്ലാതെ അവർ ചെയ്യും. ശ്രീനാരായണ ഗുരു ഈ ഇന്ത്യയിലെ കേരളം നൽകിയ ഏറ്റവും പ്രമുഖനായ നവോത്ഥാന നായകനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പേരൊന്നും ഉപയോഗിക്കാൻ വെള്ളാപ്പള്ളിക്ക് അവകാശമില്ല, തുഷാർ വെള്ളാപ്പള്ളിക്കും അവകാശമില്ല. ഞങ്ങൾക്കാണ് അവകാശം, കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അവകാശം. മാർക്സിൽ നിന്നും അവർ മഹർഷിയിലേക്ക് വരികയാണ്. മാർക്സിൽ നിന്നും അദ്ദേഹം അവർ ഗുരുദേവനിലേക്ക് വരികയാണ്. വരട്ടെ, അത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ആട്ടെ,
ഗുരുദേവനെ CPM സ്വന്തമാക്കുന്നതിൽ BJPക്ക് എന്താണ് അസഹിഷ്ണുത? അസഹിഷ്ണുത ഇല്ലല്ലോ, സന്തോഷമുള്ളൂ. ഞാൻ ചിരിച്ചോണ്ടല്ലോ ഓർത്താണ്. എൻ്റെ നെറ്റി ഒന്നും ചുടിഞ്ഞിട്ടില്ല, ഞാൻ ദേഷ്യപ്പെടുന്നില്ലല്ലോ. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. കാർൽ മാർക്സിൻ്റെ ഒക്കെ വെറും പ്രത്യയശാസ്ത്രമാണ്, ഇത് ദർശനമാണ്. അപ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾ നശിക്കും, മാറും, തിരുത്തപ്പെടും. ഇത് തിരുത്തില്ല, ഞാൻ തിരുത്തില്ല, കാരണം ഇത് സത്യമാണ്. സത്യത്തിന് തിരുത്തില്ല, തിരുത്താൻ പറ്റില്ല, കാരണം അത് സത്യമാണ്. കൺഫ്യൂഷൻ ആയല്ലോ. ശരിക്കും ഗുരുദേവ ദർശനങ്ങൾ മതേതരമല്ലേ കുമ്മനംജി? ഇവിടെ മതേതരം എന്ന് പറയുന്നത് വെറും ഒരു മുദ്രാവാക്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതിനുള്ള കാഴ്ചപ്പാടില്ല. അത് വെറും രാഷ്ട്രീയമായ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഉയർത്തിപ്പിടിക്കുന്ന വെറും ഒരു മുദ്രാവാക്യമാണ്. മതത്തിൻ്റെയൊക്കെ, ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും വേഷത്തിനും ഒക്കെ അതീതമായി മാനവികതയുടെ ഉദാത്തമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയണം. അത് ഒരു ദർശകനെ കഴിയും, രാഷ്ട്രീയ പാർട്ടിയാകാൻ കഴിയില്ല, ദർശകർക്കേ കഴിയും. അവർ സത്യം സാക്ഷാത്കരിച്ചവരാണ്. ശ്രീനാരായണ ഗുരുദേവൻ സത്യം സാക്ഷാത്കരിച്ചയാളാണ്. കാർൽ മാർക്സ് സത്യം സാക്ഷാത്കരിച്ചിട്ടില്ല. ഇനി വല്ലതും വേണം. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അകറ്റി നിർത്തുന്നത് നമ്മെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. CPMും BJPയും താത്വിക ചർച്ചകൾ നടത്തിക്കോ. നമ്മുടെ കൊല്ലം DCC ഗംഭീര ഓണാഘോഷ പരിപാടിയുമായി വരികയാണ്. ശ്രദ്ധിക്കുക, ആരെങ്കിലും അണിയറയിലും പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്താൻ നേരമില്ല. സംഗതി നേരെയങ്ങ് തുടങ്ങുകയാണ്. നമ്മൾ നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇത് കിഴക്കോട്ട് ഫേസ് ചെയ്ത് എല്ലാവരും കസേര ഒന്ന് തിരിച്ചിട്ടാൽ വളരെ ഉപകാരമായിരുന്നു. മത്സരങ്ങൾ ആരംഭിക്കും മുമ്പ് കോൺഗ്രസിന്റെ പതിവ് കലാപരിപാടിയായ കുശുമ്പും കുന്നായ്മയും ഒരു മുതിർന്ന മഹിളാ നേതാവ് അവതരിപ്പിക്കുന്നു. ഞാൻ വളരെ പാടുപെട്ട് ഈ സാരി സംഘടിപ്പിക്കാൻ ഒക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ ഖാദിയാണ് എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഖാദി തന്നെ വേണം എനിക്കെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ എന്നാ ഞാൻ കടയിൽ കൊണ്ടുപോകുന്ന എന്നെ കാണിച്ചു. എന്തായാലും ഞാൻ സംതൃപ്തിയാണ്. കാരണം ബിന്ദു തേങ്ങ ഉടയ്ക്കുമ്പോൾ ചിരട്ടെങ്കിലും ഞാൻ ഉടയ്ക്കണ്ടേ. ഇനി വേണ്ട രീതിയിൽ തന്നെ ജില്ലയിൽ പരിഗണിക്കാത്ത DCC പ്രസിഡന്റിനോടുള്ള ഒരു പണിയാണ് അടുത്തത്. നമ്മുടെ DCCയുടെ പ്രസിഡന്റ് അദ്ദേഹം ചാർജ് എടുത്ത നാളെ മുതൽ വളരെ പറയുന്നുണ്ട്, സ്ത്രീകളെ മുമ്പിൽ കൊണ്ടുവരണം. ഇന്ന് ഉച്ചതിരിഞ്ഞ് നടക്കാൻ പോകുന്ന ആ സംരംഭത്തിന്റെ നോട്ടീസ് ഞാൻ വായിച്ചപ്പോൾ ഇനി സ്ഥലമില്ലാത്തതുകൊണ്ട് ഏറ്റവും ഒടുവിൽ എന്റെ പേരെടുത്തിട്ടുണ്ട്. ജമീല ഇബ്രാഹിം AICC അങ്ങനെ വിഷമിച്ചാണ് വിട്ടത്. അത് വേണ്ടായിരുന്നില്ല തന്നെ ഞാൻ വന്നേനെ. പക്ഷേ ഇത്തരം അവഹേളനങ്ങൾ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് എന്ത് അയോഗ്യമെന്ന് പറഞ്ഞ് ഞാൻ ഏതെല്ലാം സ്ഥാനങ്ങളിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാതിരി അവഹേളനങ്ങൾ ഇനി മേലെ ഉണ്ടായാൽ ഞാൻ സഹകരിക്കത്തില്ല എന്ന് കൂടി പറയുകയാണ്. ബിന്ദുകൃഷ്ണയോടും ആയമ്മയ്ക്ക് നല്ല സ്നേഹമാണ്. വളർത്താനാണോ കൊല്ലാനാണോ ആർക്കറിയാം. സ്റ്റേജിൽ ഒരു പെണ്ണുങ്ങളെ ഇരുത്തത്തില്ല, പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ വെളിയിൽ പറയണോ? വിടാതിരിക്കും. ഞാൻ വെളിയിൽ പോയി പറയും, ഞാൻ പറഞ്ഞോളാം. പക്ഷെ എനിക്ക് ആ പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ സദസ്സിൽ എനിക്ക് പറയേണ്ട ആവശ്യമുണ്ട്. നിങ്ങളെ അത് ചിന്തിക്കണം. ഈ ഹിന്ദുവിനായിട്ട് കഷ്ടപ്പെടുത്തുന്ന പോലെ എന്നും ഈ സ്ത്രീകളെല്ലാം ഇനി വരുമെന്നും ആരും വിചാരിക്കണം. അപ്പോൾ കലാപരിപാടികൾ ആരംഭിക്കണ്ടേ? എവിടെ നമ്മുടെ സ്ഥിരം അനൗൺസർ ഫ്രം കൊല്ലം കുണ്ട്ര? പാട്ട് പാടാൻ ആള് വരുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അയ്യോ, ഞങ്ങൾ പാടും സാർ. അയ്യോ, എങ്കിൽ പറയണ്ടായോ? ഞാൻ കരുതി നിങ്ങൾക്ക് കഥാപ്രസംഗം പറയാൻ മാത്രമേ അറിയുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പാടിക്കോ. റെഡി, 1 2 3. അഖിലാണ്ട മണ്ഡല മണിക്കൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. നിങ്ങളെല്ലാം കൂടി എന്നെ കുരുതി കൊടുക്കാനുള്ള പുറപ്പാടാ? അയ്യോ സാർ, അത് റിഹേഴ്സലാ. തട്ടേ കയറുമ്പോ മട്ടുമാറും. തട്ടേ കയറാൻ ഇതെന്താ അംഗപ്പെട്ടോ? എവിടെയാണോ ഡാൻസുകാരും കൂത്തുകാരുമല്ല? ഡാൻസുകാർ വരട്ടെ. വരും സാർ, വരും. നമ്മുടെ ബഹുമാന്യായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയുടെ നേതൃത്വത്തിൽ തിരുവാതിര. എന്നാ തുടങ്ങട്ടെ മിസ്റ്റർ മുതുകുളം. ബഹുമാന്യ സരസിന് ഇടപ്പള്ളി സിസ്റ്റേഴ്സിന്റെ വന്ദനം.
കൃഷ്ണൻ പങ്കജാക്ഷൻ കടൽ വന്നൻ വാസുദേവൻ ജഗന്നാഥൻ നാരദാദി മുനി ജന വന്ദിതൻ കൃഷ്ണൻ ഭാര്യമാരും 16,000 ഒരുമിച്ചു സാന്ദ്രമോതും ദ്വാരകയിൽ വസിക്കും കാലം ഭാര്യമാരും 16,000 ഒരുമിച്ചു സാന്ദ്രമോതും ദ്വാരകയിൽ വസിക്കും കാലം പത്മനാഭനൊരു ദിനം പങ്കജാക്ഷി രുക്മിണിയെ സാരസ്യമായി വിളിച്ചങ്ങ് അരുളി ചെയ്തു പൂമുടിക്കെട്ടഴികയും പുഷ്പജാലം കൊഴികയും മുല്ലമാല കെട്ടഴിഞ്ഞു നിലത്തു വീണു ഇപ്രകാരമിരുവരും കൈപിടിച്ചു കടാക്ഷിച്ചു ചിത്രമായ മെത്ത തന്നിൽ ശയിച്ചു കൃഷ്ണൻ ഇപ്രകാരമിരുവരും കൈപിടിച്ചു കടാക്ഷിച്ചു ചിത്രമായ മെത്ത തന്നിൽ ശയിച്ചു കൃഷ്ണൻ ബഹുമാന്യ സരസിന് ഇടപ്പള്ളി സിസ്റ്റേഴ്സിന്റെ വന്ദനം. ഓക്കെ, കുറച്ച് ഗാനങ്ങൾ കൂടി ആസ്വദിച്ചാലും. പാട്ട് നന്നായിരിക്കണം. മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കുമൊട്ടില്ല താനും. പോരാ, ഒന്ന് മാറ്റി പിടിക്കുമോ? എന്നാ നാളെ കെട്ടിക്ക് പിടിച്ചോളൂ. പിടിച്ചു കൊടുത്തോളൂ. മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിനാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കൊല്ലത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ലല്ലോ. ഇതാ കിട്ടാത്ത വെറൈറ്റി എന്തെങ്കിലും പ്ലീസ്. നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹൻ മുട്ടായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. ഓ, ഭയങ്കരം തന്നെ. ഒരു പുതിയ പാട്ടൂടെ. കേരളം കേരളം കേളിപട്ടുണരുന്ന കേരളം കേളികദംബം പൂക്കും കേരളം കേരളി സദനമാമൻ കേരളം. അല്ല, ഈ ഓണപ്പാട്ടിൽ ഏതെങ്കിലും ഒരു പുതിയ പാട്ട് പാടാമോ? ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം നാടി വിളിപ്പൂ ഇതാ ഇതാ. ഇനി KPCC പ്രസിഡന്റിന് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. പൂമാനം പൂത്തുലഞ്ഞ് പൂവള്ളിക്കുടിലിലെന്റെ കരളുണർന്നോ കിളി തെളിഞ്ഞു പുഴയും വയലും പൊന്നോണം കാത്ത നെഞ്ചം പൂമാനം പൂത്തുലഞ്ഞ്. അവസാനമായി ഒറ്റ ചോദ്യം, കൊല്ലാതിരിക്കാൻ പറ്റില്ല അല്ലേ? അത്തപ്പൂ ചിത്തിരപ്പൂ അത്തം പത്തിനു പൊന്നോണം മല്ലിപ്പൂ മാലത്തിപ്പൂ പുത്തൻ പെണ്ണിനു കല്യാണം. അധികയല്ല കഥാകാരിയല്ല ഞാൻ കേവലം വിദ്യാർത്ഥി മാത്രമാണിന്നു ഞാൻ. അധികയല്ല കഥാകാരിയല്ല ഞാൻ കേവലം വിദ്യാർത്ഥി മാത്രമാണിന്നു ഞാൻ. പ്രിയപ്പെട്ടവരെ, ഇനി കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറെ ഹരം നൽകുന്ന വടംവലി ആരംഭിക്കുന്നു. അതോടെ ഈ കലോപഹാരം ഇവിടെ പൂർണ്ണമാകും. കൊടികയർന്ന പൂരമായി പൊടി പറത്തിയൊരോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുഴവയായി കുഴലുമായി കൊടുമുടി കൊടുക്ക.
മാറി നിക്ക്. ബിന്ദുടി നീ കേറി നിക്ക്. കല്യാണി ഭാർഗവി രാജമേ അങ്ങ് വലിച്ചു പിടിക്ക്, ഞാൻ മുന്നിൽ നിന്നോളാം. സുരേഷ് അല്ലേ വലിച്ചിടാൻ ഞാൻ ധാരാളമാ. അതെ ചേച്ചി, ഞാൻ ആഞ്ഞു പിടിച്ചോളാം. ചേച്ചി കൂടെ നിക്കണേ. ഒരുമാതിരി ഗ്രൂപ്പുകളെയല്ല കേട്ടോ ഇത്. അത് ഞാൻ ഏറ്റെന്നേ. വലിച്ചിടാനേ കൊല്ലത്ത് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നീ കണ്ടോടി കൊടിക്കുന്നിൽ ഇപ്പൊ വീഴുന്നേ. Damn,